എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 സെപ്റ്റംബർ മാസം ഇടവം രാശിക്കാർക്ക് എപ്രകാരം എന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ മാസത്തെ ഫലങ്ങളും നോക്കാം. ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കുമ്പോൾ സൂര്യൻ 4ലേക്കും 5ലേക്കും ഗോചരവശാൽ മാറുന്നത് ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. ശുക്രൻ 5ൽ വരുന്നത് സുഹൃത്തുക്കൾ വഴി ചില ആശ്വാസങ്ങൾ ലഭിക്കുന്നതിനിടയാവും. 2 നിൽക്കുന്ന ചൊവ്വ ഇവരുടെ മാനസിക സമ്മർദ്ദവും മാനസിക ടെൻഷനും വളരെയധികം വർദ്ധിപ്പിക്കും. 4 നിൽക്കുന്ന ബുധൻ ഇവർക്ക് ഇവരുടെ ആശയവിനിമയത്തിന് നല്ലതാണ്. നല്ല രീതിയിലുള്ള ആശയവിനിമയം ചെയ്യുന്നതിന് ആ ഒരു ഗ്രഹസ്ഥിതി ഇവരെ സഹായിക്കും. ശനി 10ൽ വക്രത്തിൽ നിൽക്കുന്ന കണ്ടശനിയാണ്, എന്നാലും വക്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഈ നക്ഷത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നു പോന്നിരുന്നത്. ഏപ്രിലോടുകൂടി ഇവർക്കൊരു ആശ്വാസം ലഭിച്ചു എന്നുള്ളതാണ് സത്യം. എങ്കിലും ഇവർക്ക് പൂർണ്ണമായൊരു ആശ്വാസം എന്ന് പറയാൻ കഴിയില്ല. ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി നിൽക്കുന്നതാണ്, ഒന്ന് പിടിച്ചു നിൽക്കുന്നു. ഇവരിപ്പോൾ അവർക്ക് ഒരു 8-9 മാസം കൂടെ മുമ്പോട്ട് പോയാൽ മാത്രമേ അവർക്കൊരു പരിപൂർണമായൊരു സമാധാനത്തിലേക്ക് എത്തുള്ളൂ. അതുവരെ ക്ഷമയോടെ ഇവർ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ജൂണോടുകൂടി ശനി വക്രത്തിലായത് കണ്ടശനിയിൽ നിന്ന് താൽക്കാലികമായ ഒരു ആശ്വാസം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. 11 നിൽക്കുന്ന സർപ്പൻ, അതായത് രാഹു, ഇവരുടെ സാമ്പത്തിക രംഗത്തിന് കുറച്ച് സപ്പോർട്ടുകൾ നൽകും. 5 നിൽക്കുന്ന കേതു, മനസ്ഥാനത്ത് നിൽക്കുന്ന കേതു, അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം, ജന്മവ്യാഴവും 5ലെ കേതുവും ഇവർ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പരസ്പരമല്ല, വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് കേതുവിനെ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഈ രണ്ടുമാണ് ഇവരുടെ ഇതിൽ ഇപ്പോഴത്തെ ഗൃഹസ്ഥിതിയ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. എന്നാലും ഇവർ ഈ ഒരു കഴിഞ്ഞ വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു, മെയ് മാസം വരെ. മെയ് മാസത്തിന് ശേഷം ഇവർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങൾ തുടരുന്നു, മാനേജ് ചെയ്ത് പോകാവുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ മാസത്തോടുകൂടി ഇവർ കാര്യങ്ങളിൽ ചെറിയൊരു നേരിയ തോതിലുള്ള ഒരു പുരോഗമനം ഇവർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഒരു എല്ലാ രംഗത്തും ഇവരുടെ സാമ്പത്തികത്തിനും ഇവരുടെ കരിയറിനൊക്കെ ഒരു പുരോഗമനം ഈ മാസത്തോടുകൂടി കാണാൻ വേണ്ടി കഴിയും. എന്താണ് ഇവരുടെ ബന്ധങ്ങളൊക്കെ, ഇവരുടെ വ്യക്തിബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട്, എന്നാൽ കാര്യമായ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഈ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 1.5 വർഷം വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല മാസമായിട്ടാണ് ഇതിനെ ഇപ്പോൾ താരതമ്യേന തെറ്റില്ലാത്തൊരു മാസമാണ് ഈ നക്ഷത്രക്കാർക്ക്, ഇടവൻ രാശിക്കാർക്ക് ഈ മാസം എന്നുള്ളത്. അത് ഓണക്കാലം കൂടി ആയതുകൊണ്ട് മലയാളികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ രാശിയിൽപ്പെട്ടവർക്ക് ആശ്വസിക്കാം. നിങ്ങൾക്ക് തെറ്റില്ലാത്ത രീതിയിൽ ഒരു ഓണം, നിങ്ങൾക്ക് ആഘോഷം എത്രത്തോളം ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും നിങ്ങൾക്ക് ഓണത്തിൽ പങ്കെടുക്കാനും നിങ്ങൾക്കത് കുഴപ്പങ്ങളില്ലാതെ ഒരു അത്ര കളർഫുള്ളൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ കൊണ്ടാടാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഒരു 5 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ട്. വ്യാഴം ഒക്ടോബർ 8-ാം തീയതി വക്രഗതിയിലാവുകയാണ്. അപ്പോൾ ജന്മശനിയുടെ ദോഷം ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു ആശ്വാസം വരുന്നത് ആ ഒരു പീരീഡോടുകൂടി ആയിരിക്കും. നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിക്കുക. എന്തായാലും തെറ്റില്ലാത്തൊരു ഗ്രഹസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മാസം തരക്കേടില്ല എന്ന് കാണുന്നു. ഹനുമാൻ ചാലിസ ശ്രവിക്കുന്നത് ഈ ഒരു പീരീഡ് ഒന്ന് കടന്നു കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.